സെക്രട്ടേറിയറ്റ് പടിക്കൽ അർഹമായ അവകാശങ്ങൾക്കായി സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്ക് പിന്തുണയർപ്പിച്ച കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ തീപ്പന്ത പ്രതിഷേധം നടത്തി. രാജീവ് ഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സദസ്സ് KPCC സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. അർഹമായ അവകാശങ്ങൾക്കായി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്ക് പിന്തുണ അർപ്പിച്ചാണ് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ തീപ്പന്ത പ്രതിഷേധം സംഘടിപ്പിച്ചത്. തുടർന്ന് നടന്ന യോഗം KPCC സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. തുച്ഛമായ ശമ്പളം വാങ്ങിക്കൊണ്ട് ജോലി ചെയ്യുന്ന ആ ആളുകൾ 4-5 മാസക്കാലമായി കിട്ടാനുള്ള ശമ്പളങ്ങൾ കുടിശ്ശിക വേണമെന്ന് പറഞ്ഞുകൊണ്ട് 4 അക്കത്തിലേക്ക് കടക്കാത്ത തങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിച്ചതിനുള്ള നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരവുമായി കടന്നു വന്നപ്പോൾ കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എത്ര ആക്ഷേപപൂർവമാണ് അവരോട് പെരുമാറിയത് എന്ന് വാർത്താമാധ്യമങ്ങളോട് ഞാനും നിങ്ങളും കണ്ടവരാണ്. അവരെ അപമാനിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 500 1000 രൂപയുടെ ശമ്പള വർധനവ് വേണ്ടുവെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത ആളുകളുടെ മുമ്പിൽ 3.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന PSCയുടെ വാർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് 2, 2.5, 3 ലക്ഷം രൂപ പ്രതിമാസം ശമ്പളവും 5-6 ലക്ഷം രൂപയുടെ മറ്റ് ഓണറോനിയും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ട് സമ്പന്ന പണാധിപത്യമുള്ള ആളുകളെ പിന്തുണയ്ക്കുന്ന പാർട്ടിയായി ഞങ്ങളുടെ പാർട്ടി മാറിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രിയപ്പെട്ട കാര്യം, കേരളത്തിലെ ആശാവർക്കർമാരിൽ 70% ആളുകൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, നേതാക്കളായ ജോയി പെരുന്നോലി, ജോസ് മുത്തനാട്ട, ജോയി അനിത്തോട്ടം, KA മാത്യു, ഷാജി വെള്ളമാക്കൽ, പ്രശാന്ത് രാജു തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു.